ശ്രദ്ധിക്കാൻ പോകുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ BJP-യുടെ മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തും എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോര് കടുക്കുമെന്ന് ഉറപ്പുമാണ്. പക്ഷേ മഞ്ചേശ്വരത്ത് ഇതാ മറ്റൊരു വിവാദമാണ് ചുറ്റിത്തിരിയുന്നത്. അവിടെ പൗരത്വം ചോദ്യം ചെയ്ത് വോട്ട് തള്ളാൻ വ്യാജ പരാതി നൽകിയിരിക്കുകയാണ്. ഇതിലിപ്പോഴാ നിയമ നടപടിയുമായി ജില്ലാ കളക്ടർ രംഗത്തെത്തുന്നു. BJP നേതാവിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് കളക്ടർ വ്യക്തമാക്കി. ആരോപണം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരനായില്ല. പരാതിക്കാരനെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, നമ്മൾ വാർത്ത നേരത്തെ തന്നെ ശ്രദ്ധിച്ചതാണ്. പൗരത്വം ചോദ്യം ചെയ്തുള്ള പരാതി അത് തള്ളിയതാണ്. അതിലിപ്പോൾ വലിയ വിവാദങ്ങളുമുണ്ട്. അതിനിടയിലാണ് കളക്ടർ ഇത്തരത്തിലൊരു നിയമ നടപടിയിലേക്ക് പോകുന്നത്. കൃത്യമായൊരു സന്ദേശമാണത്. കാരണം കാലങ്ങളായി അവിടെ താമസിക്കുന്നവർക്കെതിരെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ നടത്തുന്ന പ്രവൃത്തിയായി മാത്രം ഇതിനെ കാണാൻ കഴിയൂ, അല്ലേ? തീർച്ചയായും വിനീത, ജില്ലാ കളക്ടറുടെ നടപടി അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. പൈവളിക സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് എന്ന വ്യക്തിക്കെതിരെ BJP-യുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ലോകേഷ് നൽകിയിട്ടുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്നതാണ് ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിശോധനയിൽ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. അതേ തുടർന്നാണ് ഈ പരാതി നൽകിയിട്ടുള്ള ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് അയാളെ പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്യാൻ ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് ഈ ജില്ലാ കളക്ടറുടെ അറിയിപ്പിൽ പറയുന്നത്. നേരത്തെ തന്നെ ഈ മുഹമ്മദിനെ സംബന്ധിച്ച് അയാൾ സ്ഥിരമായി വോട്ട് ചെയ്യുന്ന ആളാണ്. ഇന്ത്യയിലെ ഈ പൗരത്വം തെളിയിക്കുന്ന എല്ലാ രേഖകളുമുള്ള ആളാണ്. കാലങ്ങളായി വർഷങ്ങളായി ഇവിടെ താമസിച്ചു വരുന്ന ആളാണ്. അപ്പോൾ എന്തിനാണ് അത്തരമൊരു പരാതി ബോധപൂർവം തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നൽകിയത് എന്ന ചോദ്യം അവിടെ പ്രസക്തമായിരുന്നു. അതിലാണിപ്പോൾ ഒരു ഉത്തരം കിട്ടുന്നത്. വ്യാജമായിട്ടുള്ള പരാതിയാണ്. അപ്പോൾ എന്താണ് അതിലൂടെ BJP നേതൃത്വം ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ജില്ലാ കളക്ടറുടെ ഈ നടപടി സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ഈ അറിയിപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തെറ്റായ വിവരങ്ങൾ ബോധപൂർവം ഈ പരാതിയിൽ ഉൾപ്പെടുത്തി അത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടിയിലേക്ക് പോകുന്നത് എന്നതാണ്. BJP നേതൃത്വം ഇതിലിപ്പോൾ പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും ഇതിൽ മറുപടി പറയേണ്ട ചില വിഷയങ്ങളുണ്ട്. UDF ആരോപിക്കുന്നത് പോലെ ഇത് കേവലം ഒരു മുഹമ്മദിന്റെ മാത്രം സാഹചര്യമല്ല. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിൽ എൻമകജ ഉൾപ്പെടെ അതിർത്തി പങ്കെടുത്ത പഞ്ചായത്തുകളിലെല്ലാം ഈ വ്യാപകമായി BJP തരത്തിൽ ഒരു സമുദായത്തിലുള്ളവരെ തെരഞ്ഞുപിടിച്ച് ഇത്തരത്തിലുള്ള പരാതികൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. അതിൽ നേരത്തെ AK മഷറഫ് MLA തന്നെ പ്രത്യക്ഷത്ത് കൊണ്ടുവന്ന മുഹമ്മദിന്റെ പരാതി വ്യാജമാണെന്ന് കണ്ടെത്തി. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ബോധപൂർവമായി വ്യാജ പരാതികൾ നൽകിയത് എന്തിനാണ് എന്നതിന് BJP നേതൃത്വം മറുപടി നൽകേണ്ടതുണ്ട്. വിനീത, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും കളക്ടറുടെ ഭാഗത്ത് നിന്ന് നടപടി ഉറപ്പായതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് BJP. പൗരത്വം ചോദ്യം ചെയ്ത് നൽകിയ വ്യാജ പരാതിയിലൂടെ ഫോം 7 ദുരുപയോഗം ചെയ്തുവെന്നും ആക്ഷേപമുണ്ട്. അതിർത്തി പങ്കിടുന്ന A ക്ലാസ് മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം നീക്കങ്ങൾ എന്ന പരാതിയും BJP നേരിടുകയാണ്. AK അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, രാഷ്ട്രീയ പോര് അത് സ്വാഭാവികമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇതാ പൗരത്വം ചോദ്യം ചെയ്തൊക്കെ വ്യാജ പരാതി നൽകുമ്പോൾ വലിയ പ്രതിരോധത്തിലാകുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഇതിനുകൂടി മറുപടി പറയേണ്ടി വരുമല്ലേ? വിനീത, പ്രതിരോധത്തിലായി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം BJP അവിടെ പ്രതിരോധത്തിലാവുകയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഒരു നടപ്പാക്കലാണോ അവിടെ നടന്നിരിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചോദ്യം. ഇതിൽ പ്രധാനമായും പൗരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ പ്രധാനമായും കാസർഗോഡ് പോലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തരത്തിലുള്ള പ്രാമുഖ്യമുള്ള സ്ഥലത്ത് അത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണോ ഇത്തരത്തിലൊരു പരാതി നൽകിയെന്നാണ് വലിയ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇദ്ദേഹത്തെ മുഹമ്മദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കാലാകാലങ്ങളെ അവിടെ ജീവിക്കുന്ന ആളാണ്, നിരവധി തവണ വോട്ട് ചെയ്ത ആളാണ്. അത്തരത്തിലൊരാൾക്കെതിരെ യാതൊരു തെളിവുമില്ലാതെ ഇത്തരത്തിലൊരു പരാതി നൽകുന്നതിന് പിന്നിൽ എന്താണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭ്യമാകേണ്ടത് കുറെ കൂടി കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2016 കെ സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. അവിടെ 89 വോട്ടുകൾക്കാണ് അവിടെ പരാജയപ്പെടുന്നത്. 2021 മത്സരിക്കുന്ന ഘട്ടത്തിൽ ഏതാണ്ട് 850ഓളം വോട്ടുകൾക്ക് മാത്രമാണ് പരാജയപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ജയിച്ചു വരാൻ കഴിയുമോ എന്നാണ് BJP പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഒരു നടപ്പാക്കലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി തന്നെ ഉയർന്നു വരികയും ചെയ്തത്. വിനീത.